റഷ്യയുടെ കിഴക്കേ അറ്റത്തുള്ള കാംചത്ക ഉപദ്വീപ് ഭൂമിശാസ്ത്രപരമായി വളരെ സവിശേഷമായ ഒരു പ്രദേശമാണ്. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന ഭൗമ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ വലയത്തിന്റെ ഭാഗമാണിത്. ലോകത്തിലെ ഭൂരിഭാഗം അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും ഈ മേഖലയിലാണ് സംഭവിക്കുന്നത്. ഇവിടെ പസഫിക് ടെക്ടോണിക് പ്ലേറ്റ് മറ്റ് പ്ലേറ്റുകളുമായി നിരന്തരം കൂട്ടിമുട്ടുകയും തെന്നിമാറുകയും ചെയ്യുന്നു. ഇത് ഈ പ്രദേശത്തെ പതിവായ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കാംചത്കയിൽ ഏകദേശം 300 അഗ്നിപർവ്വതങ്ങളുണ്ട്. അതിൽ 29 എണ്ണം സജീവമാണ്. അതിനാൽ ഈ മേഖലയിലെ ചെറിയ ഭൂചലനങ്ങൾ പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കാം. ശനിയാഴ്ചത്തെ ഭൂകമ്പം ഈ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയുടെ ഒരു പുതിയ ഉദാഹരണമായിരുന്നു. വിവിധ ഏജൻസികൾ ഈ ഭൂകമ്പത്തെ വ്യത്യസ്ത തീവ്രതയിലും ആഴത്തിലുമാണ് രേഖപ്പെടുത്തിയത്. ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഭൂകമ്പത്തിന്റെ തീവ്രത 7.1 ആയിരുന്നു. പ്രഭവ കേന്ദ്രം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും വെറും 10 കിലോമീറ്റർ ആഴത്തിലുമായിരുന്നു. സാധാരണയായി ഭൂമിക്കടിയിൽ കൂടുതൽ ആഴത്തിൽ സംഭവിക്കുന്ന ഭൂകമ്പങ്ങളെക്കാൾ കൂടുതൽ പ്രഹരശേഷി ഉപരിതലത്തോട് ചേർന്നുള്ള ഭൂകമ്പങ്ങൾക്കുണ്ടാകാറുണ്ട്. അതിനാൽ ഈ റിപ്പോർട്ട് കൂടുതൽ ആശങ്കയുണ്ടാക്കി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ടുകൾക്ക് കൂടുതൽ ആഗോള സ്വീകാര്യതയുണ്ട്. അവരുടെ കണക്കുകൾ പ്രകാരം ഭൂകമ്പത്തിന്റെ തീവ്രത 7.4 ആയിരുന്നു. പ്രഭവ കേന്ദ്രം 39.5 കിലോമീറ്റർ ആഴത്തിലായിരുന്നു. രണ്ട് ഏജൻസികളുടെയും റിപ്പോർട്ടുകൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഈ ഭൂകമ്പം വളരെ ശക്തമായിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത്. ഒരു ഭൂകമ്പത്തിന്റെ തീവ്രതയും ആഴവും നിർണ്ണയിക്കുന്നതിൽ പല ഘടകങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. ഓരോ ഏജൻസിയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും ശേഖരിച്ചും വ്യത്യസ്ത രീതിയിലുള്ള അൽഗോരിതങ്ങൾ ഉപയോഗിച്ചുമാണ് ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത്.